അപ്പനെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ കണ്ടത് രണ്ടാളും കൂടി ആ ലാപ്ടോപ്പിന്റെ ഉടലും തലയും വേറാക്കും തോന്നുന്നുണ്ട്. അപ്പൊ ഒന്ന് ഫോൺ ചെയ്യാൻ പുറത്തു പോയി തക്ക നോക്കിയാൽ രണ്ടാളും കൂടി കെട്ടിമാരാണ് പതിമേലെ ഒരു ഞെക്കലൊക്കെ കണ്ടാ തോന്നും രണ്ടാളും IT പ്രൊഫഷണൽസ് ആണ്. നമ്മൾ ആ പെണ്ണിനോ ഞെക്കണൊന്നും പറ്റുന്നില്ല കേട്ടോ. ഓരോട് ഞെക്ക വരുമ്പോഴത്തേക്ക് അപ്പത്തേക്ക് ആ പെട്ട കൈ എടുത്താണ് പുറത്ത് കണ്ടിട്ടും ഞെക്കിട്ടും വന്നിട്ടൊന്നും സാധനം ലേറ്റ് എത്താതായപ്പോഴേ നമ്മളെ ലൂക്കാണ്ട് പൊന്തിച്ചു നോക്കുകയാണ്. അതിന്റെ അടിയത്തെ കണക്ഷൻ എന്തെങ്കിലും വെട്ടുകയാണ്. പിന്നെ വലിയ ആളെ കണ്ട് അബ്ബ ചെയ്യുന്ന മാതിരി അടി കൂടെ ഫോണും ചെയ്യുന്നുണ്ട്. ആ കൈ എങ്ങനെ വെച്ചതാണ് അവന്റെ ഫോൺ. നമുക്കല്ല ഇപ്പൊ ഫോൺ ചെയ്യാൻ ഫോണൊക്കെ ആവശ്യമുള്ളൂ. ഒരു കൈന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഒരു ഒരാ കൈ തന്നെ മതി. അന്നെ ധാരാളം. പിന്നെ അവർക്ക് മനസ്സിലായി അബ്ബ നമ്മള് ചാമ്പി പോയതാണ് അതിൽ ചാർജ് ഇല്ലാന്ന്. ഓരോ കാര്യം നടക്കാനും അല്ലെങ്കിൽ എന്തിനാ ചാർജ് ലൂക്കൊക്കെ ഇടക്കിടക്ക് പൊന്തിച്ചു നോക്കുക. കണക്ഷന്റെ പ്രശ്നമാണ് അറിഞ്ഞാണ്ട് നമ്മളെ ലീതാത്തോട് പറഞ്ഞു ഇടമണ്ടായി ചാർജ് ഇല്ലാത്തോണ്ടാണ് അല്ലാതെ കണക്ഷന്റെ പ്രശ്നമൊന്നും അല്ലാന്ന്. ലീതാൻ അധികാരം കണ്ടാ ചേർക്കാതെ ഓളെ ലാപ്ടോപ്പ് ആണ്. കാരണം എന്റെ ചെക്കനും തൊടാൻ സമ്മതിക്കണില്ല പെണ്ണ്. പിന്നെ ചെക്കന് വിജയൊക്കെ താഴത്ത് നോക്കിയാൽ ലാപ്ടോപ്പിന്റെ താഴത്ത് നോക്കണേ. അവിടെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണ് ലൈറ്റ് എത്താത്തേ. അവന്റെ താഴത്തുള്ള പാലൊക്കെയാണ് നമ്മളെ താത്തോനോട് പറയാട്ടോ. ഓരോ സിനിമകൾ കണ്ടു മെയിനാവാൻ വന്നോളൂ കിട്ടുന്നത്. പക്ഷെ ചെക്കൻ ടൈപ്പ് ചെയ്യണോക്കാ നിങ്ങളെ കൊണ്ട് പറ്റും ഒത്തിരി സ്പീഡിലൊക്കെ ടൈപ്പ് ചെയ്യാൻ. ഓനെ തീരെ തൊടാൻ സമ്മതിക്കാതായപ്പോഴേ ഓനെ അബ്ബനെ വിളിച്ചോണ്ടിരാൻ പോണ്. ഇങ്ങോട്ട് ആ പെണ്ണിനോട് പറയണേ ഞാൻ അബ്ബനോട് പോയി പറഞ്ഞു കൊടുക്കട്ടെ എന്റെ ലാപ്ടോപ്പിലുള്ള കളി. അമ്പിനോട് പറഞ്ഞു ഇങ്ങോട്ട് അവൻ കളിക്കാൻ സമയത്ത് ഞാൻ അബ്ബനോട് പറയില്ലാന്ന്. അവൻ പറഞ്ഞാണ്ട് ഓനത്തെ വരുന്ന പിന്നെ മാരക ടൈപ്പ് ചെയ്യലോ എന്റെ വക. കൈയോട് പണിയെടുത്തിട്ട് കാര്യമില്ലാതെ മനസ്സിലായപ്പോൾ ഓനത്തെ കടിച്ചു പറിക്കാൻ നോക്കണത്. അത് കണ്ടിട്ട് നമ്മളെ ലീതാക്ക് പറ്റിയില്ല. ഒരൊറ്റ ഉന്താണ് കൊടുത്തു എനിക്ക്. അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഒക്കെ കടിക്കലല്ലേ. അവളെ പിടിച്ചെന്തെങ്കിലും കൂടി ഉണ്ടായപ്പോഴേ ഓ നേരെ വിട്ട് അബ്ബനെ വിളിക്കാൻ. എന്നിട്ട് അബ്ബനും കൂട്ടി വന്നിട്ട് ഈ പെണ്ണ് ലാപ്ടോപ്പ് കളിക്കാൻ അറിഞ്ഞാണ്ട് എവിടെ കെട്ടിച്ചാലും സാധനങ്ങൾ എടുക്കണോണ്ടേ നിങ്ങളെ ചേർ കുറച്ച് ഉയരണ്ടല്ലോ വിചാരിച്ചിട്ട് അമ്മ വെച്ച് നോക്കിയപ്പോൾ അവിടുന്ന് അത് എടുക്കണേ. നമ്മള് താത്താക്ക് അത്ര എളുപ്പം എത്തൂലോ എന്റെ മാരി. എന്തെങ്കിലുമൊക്കെ ഉയരത്തുനിന്ന് എടുക്കാൻ ഓനണ്ട് വിളിക്കുള്ളൂ. അങ്ങനെ ആദ്യം ഒന്നും എടുത്ത് കണ്ട് ഓക്കൊടുത്ത് ഇവിടെ കിടന്നാണ്ട് മോങ്ങണ്ടാറിഞ്ഞാണ്ടേ ആദ്യം ഓക്കൊടുത്തിട്ട് ഞങ്ങൾ ഇവിടെ കിടന്നാണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ നമ്മളെ കാക്കാക്ക് പണി പാളി. രണ്ടാമത് അവൻ വിചാരിച്ച മാറ്റി കിട്ടിയില്ല. കാരണം കുറച്ചും കൂടി അപ്പുറത്ത് കാണാതെ എന്നിട്ട് വലിയിട്ടൊന്നും അങ്ങോട്ട് എത്തുന്നില്ല. മാക്സിമം അതോടെ എടുക്കാൻ നോക്കി. പക്ഷെ എത്രയായിട്ടും അങ്ങോട്ട് ഇവിടെ കയ്യെത്തുന്നില്ല. അവിടെ എന്നോട് പറയണേ അമ്മ അങ്ങോട്ടിന്റെ കയ്യെത്താൻ ഞാൻ കുറച്ചും കൂടി വലുതാവണമെന്ന്. അവൻ പറഞ്ഞോട് നമ്മുടെ താത്താക്ക് ആദ്യം കൊടുത്ത സാധനം എടുത്തുകൊണ്ട് പോകണേ. എടുത്തതെന്ന് പറയാൻ പറ്റില്ല. അതിന് തട്ടി പറിച്ചു തന്നെ പറയണം. നമ്മുടെ താത്താക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. അവിടെ ചതി അത് എനിക്ക് തന്നല്ല എനിക്ക് തടാറിഞ്ഞാണ്ട് അവന്റെ പിന്നാലെ അങ്ങോട്ട് പോയി. നമ്മുടെ താത്ത നടത്തം പഠിക്കണമല്ലോ. അതുകൊണ്ട് അവന്റെ സ്പീഡിൽ അങ്ങോട്ട് എത്താൻ പറ്റില്ല. ഓൻ പറഞ്ഞു ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി അമ്മനോട് പറഞ്ഞു എനിക്ക് അവിടെ എത്തുന്നില്ലാന്ന്. നമ്മുടെ താത്ത അപ്പത്തേക്ക് അവിടെ കിടന്ന് പാടാൻ തുടങ്ങിയിരിക്കണ്. ഞാൻ പെണ്ണൊന്നും എടുത്തോട്ടെ അപ്പം നിർത്തോളൂ. ബൈ ബൈ സീ യു.